സൂമിംഗ് ലെൻസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. ഇന്ന് കോയമ്പത്തൂരിലെ സദ്ഗുരു ഈശ യോഗ സെൻറ്ററിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആദിയോഗി യോഗയുടെ ഉറവിടം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് 30 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. കോയമ്പത്തൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വെള്ളിയാങ്കിരിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥലം യോഗയുടെ 4 പാതകളായ ക്രിയ, ജ്ഞാനം, കർമ്മം, ഭക്തി എന്നിവയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഇത് സ്ഥാപിച്ചത്. കോയമ്പത്തൂരിലെ ഈശ യോഗ സെൻറ്റർ നിങ്ങളെ അവിസ്മരണീയമായ ഒരു ആത്മീയ പര്യവേഷണത്തിലേക്ക് കൊണ്ടുപോകും. ധ്യാനലിംഗ ക്ഷേത്രത്തിലെ സായാഹ്ന ആരതി അഗ്നിയിലൂടെയും വെളിച്ചത്തിലൂടെയും ദൈവികതയിലേക്കുള്ള ഒരു മുദ്രയാണ്. പതിനയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ്, എല്ലാ മതങ്ങൾക്കും മുമ്പ്, ആദ്യത്തെ യോഗിയായ ആദിയോഗി തൻ്റെ 7 ശിഷ്യന്മാരായ സപ്തർഷികൾക്ക് യോഗശാസ്ത്രം കൈമാറി. മനുഷ്യർക്ക് അവരുടെ പരിമിതികളെ മറികടക്കാനും ആത്യന്തികമായ സാധ്യതകളിൽ എത്തിച്ചേരാനും കഴിയുന്ന 112 വഴികൾ അദ്ദേഹം വിശദീകരിച്ചു. ആദിയോഗിയുടെ വഴിപാടുകൾ വ്യക്തിഗത പരിവർത്തനത്തിനുള്ള ഉപകരണങ്ങളാണ്. കാരണം ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള ഒരേയൊരു മാർഗം വ്യക്തിഗത പരിവർത്തനമാണ്. മനുഷ്യൻ്റെ ക്ഷേമത്തിനും വിമോചനത്തിനും ഇത് മാത്രമാണ് ഏക പോംവഴി എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സന്ദേശം. ആദിയോഗിയുടെ ഈ മുഖം ലോകത്തെ അവരുടെ വിമോചനത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു പ്രതീക സാന്നിധ്യമായിരിക്കും. ആദിയോഗി മനുഷ്യരാശിക്ക് മതത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിലേക്ക് മാറാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആദിയോഗിയുടെ രൂപം നിങ്ങളുടെ ബോധത്തിൽ ഒരു മുദ്ര പതിപ്പിക്കും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഉള്ളിലേക്ക് തിരിയുന്ന തരത്തിൽ അവൻ്റെ മുഖം നിങ്ങളോട് ചേർന്നു നിൽക്കും. ഇത് ചിന്തയ്ക്കും വികാരത്തിനും അപ്പുറത്തുള്ള പരിവർത്തനത്തെക്കുറിച്ചാണ്. സ്വയം മോചിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആദിയോഗി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരിക്കും. ധ്യാനലിംഗത്തിന് ചുറ്റുമുള്ള സമർപ്പിത പ്രദേശം ഈ അഭൗമമായ അനുഭവത്തിന് മറ്റൊരു മാനം നൽകുന്നു. പുണ്യസ്തുതികൾ ആലപിക്കുകയും പുഷ്പങ്ങളും ധൂപവർഗ്ഗങ്ങളും പോലുള്ള വഴിപാടുകളും സവിശേഷമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ മൃദുവായി വീശുന്ന എണ്ണവിളക്കുകൾ ഒരേ സ്വരത്തിൽ തിളങ്ങുന്നു. ആന്തരിക പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യക്തികളിൽ സ്ഥാപിതമായ ക്ഷേമാവസ്ഥ സൃഷ്ടിക്കുന്നതിനും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണ്. വലിയ റെസിഡൻഷ്യൽ സൗകര്യത്തിൽ ബ്രഹ്മചാരികളുടെയും മുഴുവൻ സമയ സന്നദ്ധ പ്രവർത്തകരുടെയും സന്ദർശകരുടെയും സജീവമായ ഒരു അന്താരാഷ്ട്ര സമൂഹമുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറുന്നതിനും ഉയർന്ന തലത്തിലുള്ള ആത്മനിർവൃതി നേടുന്നതിനും നിങ്ങളുടെ മുഴുവൻ കഴിവുകൾ തിരിച്ചറിയുന്നതിനും ഈശ യോഗ സെൻറ്റർ നിങ്ങൾക്ക് സഹായകമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. സദ്ഗുരു പറയുന്നു, രോഗം, അസ്വാസ്ഥ്യം, ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ആദിയോഗി ഇവിടെയുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രക്രിയയിൽ നിന്ന്. ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഈശ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് പ്രത്യേകത. 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24.99 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർധ്വകായ പ്രതിമയെന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇനിയാണ് നമ്മളിവിടെ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ചിരുന്നുള്ള കാഴ്ച. ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി 7:20 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. എല്ലാവരെയും ഈ അത്ഭുത കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സൂമിംഗ് ലെൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. Who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him.
transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unreal wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way." Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Ghanas, his constant companions, asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated rapture. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization.
this spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority.